സ്വർഗ സ്ത്രീകളുടെ നേതാക്കൾ 4 പേരാണ്. സ്വർഗത്തിൽ കടക്കുന്ന സ്ത്രീകളുടെ നേതാക്കൾ, അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്ന നേതാക്കൾ 4 പേരാണ്. ആരാണ് ആ 4 പേര്? അറിയോ? അറിയില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ ആ 4 പേരെ പറ്റി പറയുന്നുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളാണ്. ഫാത്തിമ എന്ന പേരിന് തന്നെ വലിയൊരു മഹത്വമുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി ജീവിതത്തിൽ പിന്നെ ആ കാര്യം ഉപേക്ഷിച്ചിട്ടേയില്ല. അപ്പോൾ മുത്തുനബിയാകുന്ന വാപ്പ ഫാത്തിമയാകുന്ന മകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഫാത്തിമ ബീവി ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാതിരുന്ന ആ പുണ്യമായ അമൽ, അതേതാണ്? ഇൻഷാ അല്ലാഹ് നമുക്കും അത് പഠിക്കാം, നമുക്കും അത് പ്രാവർത്തികമാക്കാം. ഒരുപാട് നേട്ടങ്ങൾ അത് ചെയ്താൽ നമുക്ക് കിട്ടാനുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവരെ വഫാത്തായ സമയത്ത് അവരെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഒരു അശരീരി കേട്ടു എന്നാണ്. എന്താണെന്ന് അറിയോ? അത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം വലിയ പദവികൾ, അത്രമാത്രം വലിയ മഹത്വങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉമ്മമാർ നമുക്കൊക്കെ എന്ത് ചെയ്യണം? ഫാത്തിമ ബീവിയോടൊപ്പം സ്വർഗത്തിൽ കടക്കണം. അതിനുള്ള ഒരു ടിപ്പ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനം വരെ കാണുക. പുണ്യമായ റജബ് മാസത്തിൻ്റെ പവിത്രമായ ദിനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഫാത്തിമ ബീവിയോടൊപ്പം സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസത്തിൻ്റെ പവിത്രമായ ഒരു പ്രഭാതത്തിലാണ്, ഒരു ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും, ഇനി പരിപാവനമായ ശഅബാൻ വരുന്നു, പിന്നെ റമദാൻ വരുന്നു, അതിനെയൊക്കെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റജബ് മാസത്തിൻ്റെ ആ ബർക്കത്തിനെ ചോദിക്കുന്ന ദുആ ഒരു 3 വട്ടം ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സ്വർഗ സ്ത്രീകളുടെ നേതാക്കൾ 4 പേരാണ്. സ്വർഗ സ്ത്രീകളുടെ നേതാക്കൾ 4 പേരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മുടെ കുടുംബാദികൾ എല്ലാവരോടൊപ്പം ഒത്തുചേരാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗ സ്ത്രീകളുടെ നേതാക്കൾ 4 പേരാണ്. ഒന്ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. രണ്ടാമത്തേത് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. മൂന്നാമത്തേത് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. നാലാമത്തേത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹു തആല ഈ 4 ഉമ്മമാർ, അല്ലേ, നമ്മുടെയൊക്കെ ഉമ്മമാരാണ് അവർ. അല്ലാഹു തആല ഈ 4 ഉമ്മമാരോടൊപ്പം നമുക്കും നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ കുടുംബാദികൾ എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിൽ സന്തോഷത്തോടെ അല്ലാഹുവെ പടച്ചോനെ ഞങ്ങൾക്ക് കടക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവി. ഈ ഫാത്തിമ ബീവിയെ പറ്റി ഞാൻ ഈ പ്രസംഗത്തിലൊക്കെ പറയുമ്പോൾ, നമ്മുടെ ഈ വാളിന് പോകൂലേ, പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ ഒരു പാട്ട് പാടാറുണ്ട്. അത് ഫാത്തിമ ബീവിയെ പറ്റി ഏതൊരു വിഷയമാണോ പറയുന്നത് ആ സമയത്ത് ഒരു ഫാത്തിമ ബീവിയുടെ പേര് വന്നാൽ അപ്പോൾ ഈ പാട്ട് പാടാറുണ്ട്. ചുവന്ന് പാടട്ടെ. ഫാത്തിമ ഫാത്തിമ മുത്തൊളി നബിയുടെ ഫാത്തിമ, ഫാത്തിമ ഫാത്തിമ മുത്തലിയാരുടെ ഫാത്തിമ,
മുത്ത് നബിയുടെ കരളിൻ കരളേ മഹദി ഖദീജത്തൻ ഓമനമോളെ മുല്ലപ്പൂമണം വിതറിടുമിതളെ അഷ്റഫുൽ ബശറിൻ്റെ പൂമോളെ ഫാത്തിമ അലി ഹൈദർ തങ്ങടെ പൂനാരി ഫാത്തിമ. അല്ലാഹു തആല ഫാത്തിമ ബീവിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ കിടക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഫാത്തിമ ബീവിയെ പറ്റി അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഫാത്തിമത്തു ഖിത്അത്തു ഖബ്ദി എന്നാണ്. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്നാണ്. അത്രമാത്രം ഇഷ്ടമായിരുന്നു ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിന്. ഫാത്തിമ ബീവിയോട് എത്രമാത്രം ഇഷ്ടം. പലപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, നബിതങ്ങളുടെ ഭാര്യ ആയിഷ ബീവി പറയാറുണ്ട്, ചിലപ്പോൾ നബിതങ്ങൾ ഫാത്തിമയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇത് കുറച്ച് ഓവറല്ലേ, അതായത് കുറേ സമയം ഇങ്ങനെ മകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കും, ഓരോ കാര്യങ്ങൾ പറയും, ചിലപ്പോൾ രണ്ടുപേരും ഇന്ന് കരയും, ചിലപ്പോൾ രണ്ടുപേരും ചിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ആയിഷ ബീവി പറയാറുണ്ട്, എനിക്ക് പലപ്പോഴും എന്താ പറയുക, ഒരു അസൂയ പോലെ, പെണ്ണുങ്ങളാണല്ലോ സാധാരണ, അസൂയ പോലെ നബിതങ്ങളുടെ ഭാര്യമാർ, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവർക്കൊരു അസൂയുണ്ട്, കുശുമ്പുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാൻ പാടില്ല. ആയിഷ ബീവി തന്നെ പറയുക, എനിക്ക് മനസ്സിനൊരു അസ്വസ്ഥതയാണ്, കാരണം നബിയോട് എന്താണ് മോളാകുന്ന ഫാത്തിമയ്ക്ക് ഇത്ര പറയാനുള്ളത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന്. അത് സ്ത്രീകളാണ്, അപ്പോൾ അവരങ്ങനെ അവരുടെ മനസ്സിൽ വന്നത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആയിഷ ബീവി അങ്ങനെ പറയുന്നൊരു ഹദീസ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നത്. നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ഒന്ന് പ്രയാസപ്പെടുന്നത് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടും സഹിക്കില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫാത്തിമ ബീവി ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വരികയാണ്. എനിക്കൊരു പരിഹാരം വേണം. എന്താണ് പ്രശ്നം? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവാകുന്ന അലിയാര് തങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ മക്കളാകുന്ന ഹസൻ, ഹുസൈൻ, ഞാൻ ഒരുപാട് ഇവർക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, പിന്നെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ ജോലി ചെയ്ത് എൻ്റെ ഈ കയ്യിനിങ്ങനെ തഴമ്പ് വന്നിട്ട്, തഴമ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് ഒരു വേലക്കാരി അവരെ ഒന്ന് വെച്ച് കിട്ടണം, ഒരു വേലക്കാരിയെ ഒപ്പിച്ച് തരണം എന്ന് വാപ്പയോട് പറയാൻ വേണ്ടി ഫാത്തിമ ബീവി വരികയാണ്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ വീട്ടിലൊരു വേലക്കാരിയെ വേണം, ജോലിക്കൊരു സഹായത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, മക്കളോട് ഇങ്ങനെ പറയില്ലേ, വാപ്പിച്ചൊരു കാര്യം പറയട്ടെ, മോൾക്ക് ഇവിടെ ഒരു വേലക്കാരിയെ കിട്ടുന്നതിനേക്കാൾ ഖൈറായ ഒരു കാര്യം വാപ്പ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണത്? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാഹ്, അതുപോലെ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇത് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ പിന്നെയോ 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആ ദിക്റും ചെല്ലിയാൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എത്ര വേലക്കാരെ, എത്ര സേവകന്മാരെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് നാളെ ആഖിറത്തിൽ. അതായത് ആഖിറത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിന് വലിയ പരിഹാരം കിട്ടാൻ ഈ ഒരു കാര്യം മോൾ ചെയ്താൽ മതി എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഞാനിത് പറഞ്ഞു വന്നത് വീട്ടിൽ വേലക്കാരിയെ വെക്കാമോ ഇല്ലയോ എന്നുള്ള ചർച്ചയല്ല. വീട്ടിൽ വേലക്കാരിയെ നമുക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സഹായം വേണം, അങ്ങനെയെങ്കിൽ ഒരു വീട്ടു ജോലിക്കാരിയെ വെക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, ഇസ്ലാമിൽ അതിന് തടസ്സമൊന്നുമില്ല. വീട്ടു ജോലിക്കാരിയെ വെക്കാം, പിന്നെന്താണ്, നമുക്കൊരു ഹെൽപ്പറെ വെക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു വന്നത് ഇതുപോലെ, അതായത് അത്രമാത്രം പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിൽ, ഒരു വിഷമത്തിൻ്റെ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്ന പുണ്യമായ ഒരു അമലാണിത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെല്ലാവരും, എൻ്റെ വാപ്പമാരെല്ലാവരും, നമ്മളൊക്കെ വാപ്പമാരിപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ, ഏത് പള്ളിയാണെങ്കിലും അല്ലേ, നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇമാമോടുകൂടി നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ ജോലി തിരക്കായിരിക്കും, മീൻകറി അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ എന്താണ് കുക്കർ ചോറോ കഞ്ഞിയോ അല്ലെങ്കിൽ എന്താണ് കറിയോ ഒക്കെ, ഇറച്ചിക്കറിയോ ഒക്കെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടാകും. 3 വിസിലായിരിക്കും വേണ്ടത്. പക്ഷേ നിസ്കാരത്തിന് ഇങ്ങനെ ചിന്ത എന്താണ്, ഒരു വിസിൽ കഴിഞ്ഞു, രണ്ടാമത്തെ കേട്ടില്ലല്ലോ, മൂന്നാമത്തെ ആണോ, ഇത് എത്രയാ, ആ ഒരു ചിന്തയിലാണ്. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സുബ്ഹാനല്ലാഹ് പറയാനിരിക്കുമോ, അതോ ഓടുമോ, ഗ്യാസ് ഓഫാക്കാൻ വേണ്ടി ഓടുമോ, അതോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയുമോ? പലപ്പോഴും ഉമ്മമാർക്ക് ഈ ഒരു സമയത്ത് എന്താണ് അശ്രദ്ധ ഉണ്ടാവാറുണ്ട്. ഇനി ഉണ്ടാവരുത്.
എല്ലാവർക്കും ഉണ്ടെന്നല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ഈ ഒരു അമൽ മുറുകെ പിടിക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് റജബ് മാസമാണ്. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നു മുതൽ ചെയ്യണം, പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അത് കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോൾ സാധാരണ ചൊല്ലാറുണ്ട് അഫ്ളലു ദിക്ർ, ഒരു 10 പ്രാവശ്യം സ്വലാത്ത്. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ദ്വാരക്ക, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പടച്ചവനോട് ദ്വാരക്ക. ഉമ്മമാരെ, നിങ്ങളുടെയൊക്കെ ദ്വാ അല്ലാഹു തആല വേഗത്തിൽ ഖബൂൽ ചെയ്യും ഇൻഷാ അല്ലാഹ്. എത്രയോ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ പ്രശ്നമുണ്ട്. ചില ആൾക്കാർ പറയും ഉസ്താദേ ഞങ്ങൾ ദ്വാ ചെയ്ത് മടുത്തു എന്നാണ്, എന്നിട്ടും ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല, ഭർത്താവ് എന്നോട് ഇഷ്ടം വെക്കുന്നില്ല, ഭർത്താവിന് എന്നോട് ഭയങ്കര ദേഷ്യമാണ്, എൻ്റെ മക്കളോട് ദേഷ്യമാണ്, എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല, സങ്കടങ്ങൾ മാറുന്നില്ല എന്നിങ്ങനെ പറയാറുണ്ട്. ഇതിനേക്കാളൊക്കെ എത്രയോ സങ്കടങ്ങൾ സഹിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ അല്ലേ? അവർക്കൊക്കെ എത്രയോ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ തരണം ചെയ്തു. ഇതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരൊക്കെയാണോ പ്രയാസപ്പെടുന്നത് അവർക്കൊരു സന്തോഷം അല്ലാഹു തആല ദുനിയാവിൽ തരും, എന്നിട്ടാണ് അല്ലാഹു തആല മരിപ്പിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ സങ്കടം ഇൻഷാ അല്ലാഹ് മാറും. എന്നാണ് ഖുർആൻ പറഞ്ഞതാണ്. നിശ്ചയമായും ഒരു പ്രയാസത്തിനോടൊപ്പം ഒരു സന്തോഷമുണ്ട്, ഒരു സന്തോഷത്തോടൊപ്പം ഒരു പ്രയാസമുണ്ട്. ഇപ്പൊ പ്രയാസപ്പെടുന്നവരെ നിങ്ങൾക്കൊരു സന്തോഷം വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യമൊക്കെ നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ ചെയ്തിരുന്ന മറ്റു 2 അമൽ കൂടിയുണ്ട്. ഒന്നാമത്തേത് ഒരു സ്വലാത്താണ്. നമ്മൾ അറിയാവല്ലോ, ആ സ്വലാത്തിന്റെ പേര് തന്നെ സ്വലാത്തുൽ ഫാത്തിമി എന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. അത് ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയിരുന്ന ഒരു സ്വലാത്താണ്. ആ സ്വലാത്തും എൻ്റെ ഉമ്മമാര് മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിരുന്ന വളരെയധികം, അതായത് അല്ലാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ചില ഇസ്മുകൾ ചേർത്തിട്ട് ഏത് സമയത്തും ആ ഫാത്തിമ ബീവിയുടെ നാവിൻ തുമ്പിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു വീണിരുന്ന ഒരു പുണ്യമായ ഒരു തസ്ബീഹ്, പുണ്യമായ ഒരു ദിക്റുണ്ട്, ഒരു മന്ത്രോച്ചാരണമുണ്ട്. ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഫാത്തിമ ബീവി പറയുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു മന്ത്രോച്ചാരണമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറഞ്ഞേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. വളരെ പുണ്യമുള്ള, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന, ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന പുണ്യമായ ഒരു മന്ത്രമാണിത്, പുണ്യമായ ഒരു ദിക്റാണിത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറന്നു പോവാതെ ഈ ദിക്ർ ഇന്നു മുതൽ പതിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഖൈർ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു നിസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മുടെ ബുക്ക് ഉണ്ടാവുമല്ലോ, ആ ബുക്കിലുള്ള ദിക്റുകൾ ദുആകളൊക്കെ ഓരോ വട്ടമെങ്കിലും അതൊക്കെ ഇങ്ങനെ ചൊല്ലി നോക്കുക, ഒരുപാട് നേട്ടമുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഫാത്തിമ ബീവിക്ക് മുത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം അല്ലേ, അത് നമ്മൾ പഠിച്ചു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിരുന്ന പുണ്യമായ ഒരു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിമ, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. പിന്നെയോ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നിത്യമായി പറഞ്ഞിരുന്ന പുണ്യമായ ഒരു ദിക്ർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഹയ്യു യാ ഖയ്യൂം, അല്ലെ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാത്തിനും കഴിവുള്ളവനായ അല്ലാഹ്, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കരുണ കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുകയാണ്. ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങൾക്കും, അല്ലെ, എൻ്റെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, എൻ്റെ വിഷമങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ അല്ലാഹു ഞാനിതാ നിന്നിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്, അല്ലെ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗ സ്ത്രീകളുടെ നേതാവാണ്. ഇങ്ങനെ സ്വർഗ സ്ത്രീകളുടെ നേതാവാൻ അവർക്ക് അത്രമാത്രം പുണ്യം കിട്ടാനുള്ള കാരണം എന്തെന്നറിയോ? 4 കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായതുകൊണ്ട് മാത്രമൊന്നുമല്ല ഫാത്തിമ ബീവിക്ക് ആ ഒരു പുണ്യം കിട്ടിയതെന്നാണ്. ഫാത്തിമ ബീവിയെ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഒരു സ്വഹാബി വിളിച്ചു പറഞ്ഞു, എന്താണ്? ഖബറേ, ഇത് ആരാണെന്നറിയുമോ? ഇത് ഫാത്തിമയാണ്, ഫാത്തിമത്തു സഹ്റയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്. അതുകൊണ്ട് ഖബറേ, നീ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ ഫാത്തിമയെ കൈകാര്യം ചെയ്യുക. അപ്പൊ ഒരു വിളിയാളം കേട്ടു എന്നാണ്, ഒരു അശരീരി കേട്ടു എന്നാണ്. ഏത് ഫാത്തിമയാണെങ്കിലും എനിക്ക് വിഷയമില്ല, ഞാൻ ഖബറാണ്, ആരെൻ്റെ ഉള്ളിലേക്ക് വന്നാലും ഞാൻ അവരെ ഇടുക്കും, അവരുടെ വാരിയെല്ലുകൾ കോർക്കുന്ന രൂപത്തിൽ ഞാൻ അവരെ ഇടുക്കുമെന്ന് ഖബർ പോലും പറഞ്ഞു എന്നാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അത്രമാത്രം വലിയ പദവിയും അത്രമാത്രം വലിയ ശ്രേഷ്ഠതകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം 4 കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു. ഒന്നാമത്തേത് ഇബാദത്തിൻ്റെ കാര്യം.
അത് കണിശമാണ് അല്ലേ, കണിശമാണ്. ഏത് സമയത്തും, ഏത് വെയിലുള്ള സമയത്തും, അതുപോലെ തന്നെ ഏത് തണുപ്പുള്ള സമയത്തും നിസ്കാരം കൃത്യമാണ്. നിസ്കാരം കൃത്യമായിരുന്നു. അതുപോലെ തന്നെ ദിക്ർ ഔറാദുകൾ കൃത്യമായിരുന്നു. ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചുമാർക്കും അതുണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ റജബ് മാസമാണ്, ഇനി വരുന്നത് ശഅബാനാൻ, പിന്നെ പുണ്യ റമദാനാണ്. അപ്പോൾ എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ റമദാനിൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ റമദാനിലൊക്കെ ഈ നോമ്പ് ഖളാ ആയി പോയിട്ടുണ്ടാകും. അതായത് 30 ദിവസമാണല്ലോ നോമ്പ്. ആ 30 ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഒരു 7, 6, 5 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആ നോമ്പ് ഖളാ വീട്ടിട്ടുണ്ടോ? ആ നോമ്പ്, അതായത് ഹൈലിൻ്റെ മെൻസസിൻ്റെ സമയത്ത് നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ. റമദാനിൽ മെൻസസ് ആയ ആളുകളുണ്ടല്ലോ. അപ്പോൾ ആ നോമ്പ് നമ്മൾ ഖളാ വീട്ടിയോ? ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ റമദാൻ വരികയാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ. അപ്പോൾ അതിനു മുമ്പ് ഖളാ വീട്ടണം. ചിലപ്പോൾ ഒരു 6, 5, 7 നോമ്പൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഖളാ വീട്ടണം. മനഃപൂർവ്വം നമ്മൾ ഖളാ വീട്ടാതെ ഈ റമദാനിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മൾ കുറ്റക്കാരാകും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ പ്രസവിച്ച സമയത്ത് എന്തെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹൈലിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, കഴിഞ്ഞ റമദാനിലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ റമദാനിലോ ഒക്കെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് ഖളാ വീട്ടണം. ആ സമയത്തുള്ള നിസ്കാരമൊന്നും ഖളാ വീട്ടണ്ട. പക്ഷേ ഈ നോമ്പ് എന്തായാലും ഖളാ വീട്ടിയിരിക്കണം. റജബാണ്, ശഅബാനാണ്, ഏതെങ്കിലും ഒരു മാസം നമുക്ക് പറ്റുന്ന രൂപത്തിൽ ആ നോമ്പുകൾ ഖളാ വീട്ടാൻ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇബാദത്തിൻ്റെ കാര്യം ഫാത്തിമ ബീവി വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. രണ്ടാമതായി നാവിനെ സൂക്ഷിച്ചിരുന്നു എന്നാണ്. ആരുടെയും ഒരു കുറ്റവും പറയാൻ പോകില്ല. ആരുടെയും ഒരു കുറ്റവും പറയാൻ പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് വന്നപ്പോൾ ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളെയാണ് ഞാൻ നരകത്തിൽ കണ്ടത്. അതായത് നരകത്തിൽ കൂടുതലും സ്ത്രീകളാണ്. എന്താണ് കാരണം? ഒന്നാമത്തെ കാരണം അവരുടെ നാവിനെ അവർ സൂക്ഷിക്കാത്തതാണ്. എത്രയോ ശാപവാക്കുകൾ പറയും, എത്രയോ കുറ്റങ്ങളും കുറവുകളും പറയും. അത് പറയാൻ പാടില്ല. അത് പെണ്ണും പറയരുത്, ആണും പറയരുത്. അപ്പോൾ നാവിനെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഫാത്തിമ ബീവിക്കുണ്ടായിരുന്നു. എന്താണ്, 2-3 പെണ്ണുങ്ങൾ കൂടുമ്പോൾ പിന്നെ ഇങ്ങനെ സൊറപറാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ, അവിടുത്തതും ഇവിടുത്തതും. നീ അറിഞ്ഞാ അവൾ ആരോടും പറയരുതേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്, എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഞാൻ, നീ ആയതുകൊണ്ട് പറയാം എന്നൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് തട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക. പിന്നെയോ മൂന്നാമത്തേത്, ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നാണ് അല്ലേ. അന്യപുരുഷന്മാരുടെ മുന്നിൽ പോവാറില്ല. അതുപോലെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഭർത്താവാകുന്ന അലിയാർ തങ്ങളോട് പറയുന്നുണ്ട്, അലിയേ, എൻ്റെ ജീവിതകാലത്ത് എൻ്റെ ഈ ശരീരം മറ്റൊരാൾ കണ്ടിട്ടില്ല, ഒരു അന്യ ആൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ്, ഭർത്താവാകുന്ന നിങ്ങളായിരിക്കണം കുളിപ്പിക്കേണ്ടത്, മറ്റൊരാൾ എൻ്റെ ശരീരത്തിൽ തൊടണ്ടാന്ന്. അത്രമാത്രം സൂക്ഷ്മതയായിരുന്നു എന്നാണ്. ഈ ഫാത്തിമ ബീവിയെ പറ്റി പറയുമ്പോൾ മഹത്തുക്കൾ പറയുന്നുണ്ട്, നാളെ ആഖിറത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സിറാത്തുപാലം കടന്നു പോകുന്ന ആ ഒരു സമയത്ത് ജനങ്ങളുടെ കാഴ്ച അല്ലാഹു തആല മായ്പിച്ചു കളയുന്നതാണ്. ഫാത്തിമ ബീവി സ്വർഗത്തിൽ കടക്കുന്നത് വരെ ജനങ്ങളുടെ കണ്ണിന് കാഴ്ച കളയുന്ന സംഭവങ്ങൾ ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടെയായിരുന്നു അവരുടെ ജീവിതം. അച്ചടക്കമുണ്ടായിരുന്നു. പെണ്ണിന് പെണ്ണിൻ്റേതായ അച്ചടക്കം വേണം, ആണിനോ ആണിൻ്റേതായ അച്ചടക്കം വേണം. ആ വിഷയമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ വിശദമായിട്ട് പറയാം. നാലാമത്തേത്, ഭർത്താവിനെ അനുസരിക്കുന്നു പറഞ്ഞാൽ മൂപ്പരെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം മാത്രമല്ല, നല്ല രൂപത്തിൽ പെരുമാറുമായിരുന്നു അല്ലേ. എപ്പോഴും സലാം പറയും. ഭർത്താവിനെ കാണുമ്പോൾ, അലിയാർ തങ്ങളെ കാണുമ്പോൾ അങ്ങോട്ട് സലാം പറയുമെന്നാണ്. അലിയാർ തങ്ങളെ സലാം പറഞ്ഞാൽ സലാം മടക്കുമെന്നാണ്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല സ്നേഹബന്ധമുണ്ടാവാൻ സലാം പറയുക. എത്രയോ ഉമ്മമാരാണ് ഈ ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നത്, സങ്കടപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാത്തിമ ബീവിക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ഫാത്തിഹ ഓതി നമ്മൾ ദ്വാരക്കുക. ഉമ്മമാരെ, ഭർത്താവിൻ്റെ ദുസ്വഭാവത്തിൽ സങ്കടപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, ഫാത്തിമ ബീവിയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫാത്തിഹ ഓതുക, ഒരു യാസീൻ ഓതുക. അതുപോലെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഈ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വ അഹ്ലിഹി, ആ സ്വലാത്ത് ഒരു 11 വട്ടം ചൊല്ലുക. പിന്നെയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതൊരു 11 വട്ടം പറയുക. എന്നിട്ട് നമ്മൾ നല്ല രൂപത്തിൽ ദ്വാരക്കുക, നമ്മുടെ ഭർത്താവിൻ്റെ സ്വഭാവമൊക്കെ നന്നാവാൻ. ചില ഭാര്യയുടെ ദുസ്വഭാവം ഉണ്ടാകും, ഭർത്താക്കന്മാർ വിഷമത്തിലാണ്. അങ്ങനെ എത്രയോ സഹോദരന്മാർ വന്നു, ഉമ്മയും ഭാര്യയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഉസ്താദ്, ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെയും ഒരുപാട് ചെറുപ്പക്കാർ വന്ന് പരാതി പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതമൊക്കെ സ്വസ്ഥതയും സമാധാനത്തിലൊക്കെ ആവാൻ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ നിത്യമാക്കുക. അതുപോലെ തന്നെ ഫാത്തിമ ബീവിക്ക് വേണ്ടി ഒരു യാസീനോ അല്ലെങ്കിൽ ഒരു ഫാത്തിഹയോ
കുറഞ്ഞതൊരു ഫാത്തിഹയെങ്കിലും ഒരു ദിവസം അവർക്ക് വേണ്ടി ഒരു ഹദിയ ചെയ്ത് ഓതിയാൽ അതും വളരെ പുണ്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് പല വിഷമങ്ങൾ പറഞ്ഞൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയും അവരുടെയൊക്കെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ. നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസുലാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു തആല ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.